ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ മാത്സിലെ ഒന്നാമത്തെ പാഠമാണ് കേട്ടോ. ഇത് മനോഹരമായൊരു ചിത്രത്തോടു കൂടിയാണല്ലേ തുടങ്ങുന്നത്. ഇവിടെ ദാ പൂച്ചയും രണ്ട് പൂച്ചക്കുട്ടികളുണ്ട്, ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നുണ്ട്, പിന്നെയോ ഒരു കിളിക്കൂടുണ്ട്, മരങ്ങൾ, റോഡ്, ഓട്ടോ, അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് അല്ലേ. അപ്പം നമുക്ക് അടുത്ത പേജിൽ എന്താ നോക്കാം. പാഠത്തിൻ്റെ പേര് തിത്തിരിക്കിളിയും ചെങ്ങാതിമാരും. അപ്പോൾ ഇവിടെ ആരൊക്കെയാണുള്ളത്? രണ്ട് കുട്ടികളുണ്ട്, കോഴിയമ്മ ഉണ്ട്, അതിന് കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ പൂവൻ കോഴിയുണ്ട്, താറാവും കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ നായയും നായ്ക്കുട്ടികളുണ്ട്, പശു കിടാവുണ്ട് അല്ലേ. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ്. ഒരു പക്ഷിയും പക്ഷി കൂടിനുള്ളിൽ മുട്ടകളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ചാനൽ നോക്കുക, ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. പാഠഭാഗത്തിൽ ആദ്യം തന്നെ എന്താണ്? കാക്ക ഫോണിൽ സംസാരിക്കുകയാണല്ലേ. ഹലോ കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ. കാ കാ കാ. പുറത്ത് കാക്കകളുടെ ബഹളം. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ്. അതാ മരപ്പൊത്തിൽ ഒരു കിളി. നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്തെത്തിക്കാം എന്ന് ഇമയും അമലും പറയാണ്. അങ്ങനെ അമല് പറയാണ്, കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇമ പറയും, അതെ ശരിയാ. അപ്പോൾ അമല് പറയാണ്, ഇവൾക്ക് ഒരു പേര് വേണ്ടേ? അപ്പോൾ ഇമ ഒരു പേര് പറയാണ്, എന്താണ്? തിത്തിരി എന്ന് വിളിക്കാം. നമ്മൾ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? തിത്തിരിക്കിളിയും ചെങ്ങാതിമാരും. അപ്പോൾ ആ ഒരു തിത്തിരിക്കിളിയാണ് കേട്ടോ ഇത്. കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി പമ്മി എത്തി. എന്നിട്ടോ പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി. പൂച്ചേ, അയ്യോ തിത്തിരിയെ കാണുന്നില്ല. പൂച്ച പമ്മി വന്ന സമയത്ത് അമൽ വന്ന് പൂച്ചയെ ഓടിച്ചുല്ലേ. പിന്നെ നോക്കുമ്പോൾ തിത്തിരി കിളിയെ കാണാനില്ല. അവരെന്ത് ചെയ്തു? അവർ തിത്തിരിയെ തേടി നടന്നു. ആദ്യം എവിടെ നോക്കി? അലമാരയുടെ മുകളിൽ. അപ്പോൾ അലമാരയുടെ മുകളിലുണ്ടോ? ഇല്ല. പിന്നെയോ കട്ടിലിൻ്റെ താഴെ നോക്കി. കട്ടിലിൻ്റെ താഴെയും ഇല്ല. പിന്നെ അവരെവിടെ നോക്കി? സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല. പുറത്ത് എവിടെയും കാണുന്നില്ല. കളിവീടിൻ്റെ അകത്ത് നോക്കൂ. അങ്ങനെ കിട്ടിപ്പോയി, വീടിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ തിത്തിരിക്കിളി അവരോട് എന്താ പറയുന്നത്? എനിക്ക് അമ്മയെ കാണണം. പാവം തിത്തിരിക്കിളി അല്ലേ. തിത്തിരിക്കിളിക്ക് അമ്മയെ കാണണം എന്ന് പറയാണ്. അപ്പോൾ ഇമ പറയും, പേടിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ അവർ 3 പേരും കൂടെ തിത്തിരിക്കിളിയുടെ അമ്മയെ തേടി പുറപ്പെട്ടു. ആദ്യം ആരോടാണ് ചോദിക്കുന്നത്? തിത്തിരിപ്പൂച്ചയോട് ചോദിച്ചു. തിത്തിരിക്കിളി ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അമ്മയാണോ എന്ന്. അപ്പോൾ പൂച്ച എന്താ പറയുന്നത്? എനിക്ക് 2 മക്കളുണ്ട്. നിന്നെ പോലെ അല്ലല്ലോ. പൂച്ചയ്ക്ക് 2 മക്കളുണ്ട്. പക്ഷെ അത് തിത്തിരിക്കിളിയെ പോലെ അല്ലല്ലോ കാണാൻ. അപ്പം ഞാനല്ല നിൻ്റെ അമ്മ എന്ന് പറയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഏതാ നമ്പർ ഉള്ളത്? 2 അല്ലേ. പിന്നെയോ അവർ പശുവിൻ്റെ അടുത്തെത്തി. അപ്പോൾ പശുവിനോട് ചോദിക്കും തിത്തിരിക്കിളി, നിങ്ങളാണോ എൻ്റെ അമ്മ? അപ്പോൾ പശു എന്താ പറയുന്നത്? എനിക്കൊരു കുഞ്ഞേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ അത് നിന്നെപ്പോലെ അല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അവിടെ എത്ര പശുക്കുട്ടിയാണ് ഉള്ളത്? 1 ആണല്ലേ. ഇനി വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളെയും കണ്ടു. അപ്പോൾ തിത്തിരിക്കിളി വീണ്ടും അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അമ്മയാണോ? അപ്പോൾ പട്ടി പറയും, എനിക്ക് 5 മക്കൾ. നോക്കൂ, നിന്നെപ്പോലെയാണോ? അപ്പോൾ പട്ടിക്ക് എത്ര കുഞ്ഞുങ്ങളാണുള്ളത്? 5 കുഞ്ഞുങ്ങളാണല്ലേ. അപ്പോൾ അതും തിത്തിരിക്കിളിയുടെ അമ്മയല്ല. ഇനി നമുക്ക് നോക്കാം. പിന്നീട് അവരാരോടാണ് ചോദിക്കുന്നത്? കോഴിയമ്മയോടാണല്ലേ. ഇത് നിൻ്റെ കുഞ്ഞാണോ? അപ്പോൾ കോഴിയമ്മ പറയും, എനിക്ക് 4 പേർ. ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കൾ അല്ലേ. അപ്പം ഞാനല്ല ഇതിൻ്റെ അമ്മ എന്ന് കോഴിയമ്മ പറയാണ്. പിന്നീട് അവർ കാക്കക്കൂടിനടുത്തെത്തി. അപ്പോൾ ഇമ ചോദിക്കുകയാണ്, ഈ കുഞ്ഞ് നിൻ്റേതാണോ? അപ്പോൾ കാക്ക എന്തു പറയും? എൻ്റെ 3 മുട്ടകൾ വിരിഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ ഏതൊക്കെ നമ്പേഴ്സ് പഠിച്ചു? 1, 2, 3, 4, 5 ഇത്രയും നമ്പർ മക്കൾ പഠിച്ചില്ലേ?
ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത് ഓരോന്നും എണ്ണി എഴുതാം അല്ലേ? നമ്മളിപ്പോൾ പഠിച്ച 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പശുവിന് ഒരു കിടാവായിരുന്നു അല്ലേ ഉള്ളത്, ഒരു പശുക്കുട്ടിയാണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1. അപ്പോൾ അതാ കുത്തുകളുടെ മുകളിലൂടെ എഴുതിയാൽ മതി കേട്ടോ. പിന്നെ താറാവ് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4. ഇനി പട്ടിക്കുട്ടികളോ? 1, 2, 3, 4, 5. ഞാൻ എണ്ണുന്ന സമയത്ത് മക്കൾ കൈവച്ച് എണ്ണണം കേട്ടോ. ഇനി പൂച്ചക്കുട്ടികൾ എത്ര എണ്ണം ഉള്ളത്? 1, 2. 2 പൂച്ചക്കുട്ടികളാണ് അല്ലേ. ഇനി കാക്കക്കുഞ്ഞുങ്ങളോ? 1, 2, 3. അപ്പം നമുക്ക് നേരെ ഒന്ന് എഴുതി നോക്കാം. ആദ്യം കുത്തുകളുടെ മുകളിൽ എഴുതുക, എന്നിട്ട് അത് നേരെ അതേപോലെ മക്കൾ താഴെ എഴുതണം കേട്ടോ. ഏതൊക്കെ നമ്പർ? 1, 2, 3, 4, 5. ഇനി നമുക്കൊരു പാട്ടാണ് അല്ലേ. എന്ത് പാട്ടാണ്? നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഇമയും അമലും തിത്തിരിക്ക് ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവർ പാടി. 1-ാം താളിൽ എന്തുണ്ട്? 1-ാം താളിൽ ഒരു പൂച്ച, 1, 1, 1. 2-ാം താളിൽ എന്തുണ്ട്? 2-ാം താളിൽ 2 കിളി, 2, 2, 2. 3-ാം താളിൽ എന്തുണ്ട്? 3-ാം താളിൽ 3 തത്ത, 3, 3, 3. 4-ാം താളിൽ എന്തുണ്ട്? 4-ാം താളിൽ 4 മൂങ്ങ, 4, 4, 4. 5-ാം താളിൽ എന്തുണ്ട്? 5-ാം താളിൽ 5 മാങ്ങ, 5, 5, 5. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ആ നമ്പേഴ്സ് കൊണ്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഒരുപാട് തവണ പാടി നോക്കണേ. 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് നന്നായിട്ട് എഴുതി പഠിക്കുകയും വേണം കേട്ടോ. ഇനി അടുത്തത് എന്താണ്? വിരൽ ചിത്രങ്ങളാണ്. വിരൽ ചായത്തിൽ മുക്കി പതിപ്പിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവിടെ 1 എന്നുള്ള ആ ഒരു നമ്പേഴ്സിൻ്റെ മുകളിലായിട്ട് ഒരു കിളിയുടെ ചിത്രം, എന്താണ്, ഒരു കോഴിക്കുഞ്ഞിൻ്റെയോ അങ്ങനെ ഒരു ചിത്രം വിരൽ കൊണ്ട് അവിടെ വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്ത ബോക്സിൽ എത്ര എണ്ണം വരയ്ക്കണം? 4 എണ്ണം വരയ്ക്കണം. വിരൽ കൊണ്ട് എന്ത് ചിത്രം വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. കളേഴ്സിൽ മുക്കിയിട്ട് നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ ഈ ഒരു ബുക്കിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പല ചിത്രങ്ങളാക്കാം കേട്ടോ. നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തരും. അടുത്തത് 5 എണ്ണം വരയ്ക്കണം, പിന്നെ 2 എണ്ണം, പിന്നെ 3 എണ്ണം. താഴെ മക്കളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പുഴുവിനെ വരയ്ക്കാം. 5 വരെ എണ്ണം ക്രമമായി എഴുതാം. ഇപ്പോൾ ഇവിടെ പുഴുവിൻ്റെ മുഖം തന്നിട്ടുണ്ട്, പിന്നെ ഒരു ഭാഗം തന്നിട്ട് അതിൽ 1 എഴുതിയിട്ടുണ്ട് അല്ലേ, 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടെ വരയ്ക്കുക, 2 എഴുതുക, പിന്നെ 1 കൂടെ വരയ്ക്കുക, 3 എഴുതുക, പിന്നെയോ 1 കൂടെ വരച്ച് 4, പിന്നെ ലാസ്റ്റ് 1 കൂടെ വരച്ച് 5 ശരീരഭാഗങ്ങൾ പുഴുവിന് ഇതുപോലെ മക്കൾ വരച്ചെടുക്കണം കേട്ടോ. ഈ 1 എന്ന് എഴുതിയതുപോലെ തന്നെ അതിറ്റാൽ 4 എണ്ണം കൂടെ വരച്ചിട്ട് 5 വരെ മക്കൾ എഴുതണേ. അടുത്തത് നോക്കൂ, പറയൂ. ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാം? കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട്. താറാവിൻ കൂട്ടത്തിൽ 2 വലിയ താറാവുകളുണ്ട്. പിന്നെന്തൊക്കെ പറയാം? കോഴിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. താറാവിനോ 5 കുഞ്ഞുങ്ങളുണ്ട്. മുൻപിൽ 2 കുഞ്ഞുങ്ങളും പുറകിൽ 3 കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ബാക്കി ഒന്ന് താഴെ എഴുതി നോക്കാം. കൂട്ടം കൂട്ടിയാൽ ചിത്രം നോക്കൂ, പറയൂ, എഴുതൂ. അമ്മ താറാവിൻ്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളാണുള്ളത്? 2 കുഞ്ഞ്, പിന്നിൽ 3 കുഞ്ഞ്. അപ്പോൾ 2ഉം 3ഉം എത്രയാ? 5 അല്ലേ. 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി, 1 പിന്നിലായി. അപ്പോൾ മുന്നിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം, പിന്നെ ഒപ്പം 2, പിന്നിൽ 1. അപ്പം 2ഉം 2ഉം 1ഉം എത്രയാ? 5. അമ്മ താറാവിൻ്റെ ഒപ്പം നടന്ന 2 കുഞ്ഞ് മുന്നിലെത്തി. അപ്പോൾ മുന്നിൽ മൊത്തം എത്രയായി? ആദ്യം 2 ഉണ്ട്, പിന്നെ ഒപ്പം നടന്നവരെന്തായി? മുന്നിലെത്തി. അപ്പം 2ഉം 2ഉം എത്രയാ? 4 പിന്നെ പിന്നിലപ്പോൾ എത്രയാ ഉള്ളത്? 1. അപ്പോൾ 4ഉം 1ഉം ചേർന്നാൽ 5. അടുത്തത് എന്താണ്? അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു.
എന്നിട്ട് എന്താണ് അവിടെയുള്ള പൂക്കൾ എണ്ണാം എഴുതാം. അപ്പോൾ ഓരോ കളറിലുള്ള പൂക്കൾ കണ്ടോ, ഓരോ തരം പൂക്കൾ കണ്ടോ, അത് ഓരോന്നും എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയിട്ട് എഴുതണം. ആദ്യത്തേത് ശംഖുപുഷ്പമാണ്. നീല നിറത്തിലുള്ള പൂവ് ശംഖുപുഷ്പമാണ്. അത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അടുത്തത് ആരാണ്? വെള്ള ആമ്പലാണല്ലേ. വെള്ളാമ്പൽ എത്ര എണ്ണാണുള്ളത്? എണ്ണി നോക്കിക്കേ. 1 2 3 4 5. അടുത്തതാരാണ്? ചെമ്പരത്തിയാണ്. ചെമ്പരത്തി എത്ര എണ്ണം ഉണ്ട്? ആകെ 1 ആണല്ലേ ഉള്ളത്. അടുത്തത് ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലിയാണ്. ചെണ്ടുമല്ലി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണ് ഉള്ളത്. ലാസ്റ്റ് ഏതാണ്? മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റിപ്പൂവാണ്. അത് എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്കിക്കേ. 1 2 3. അപ്പോൾ ആ നമ്പേഴ്സ് അവിടെ എണ്ണീറ്റ് എഴുതുക. ഇനി നമുക്ക് പാടി നോക്കാം. ചന്തത്തിൽ ചുവപ്പുള്ള ചെമ്പരത്തി 1. അപ്പോൾ മക്കൾ അതിന് നേരെ ആ ബോക്സിൽ 1 എന്ന് എഴുതുക. ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. അപ്പോൾ 2 എഴുതുക. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3 എന്നെഴുതുക. അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4 എഴുതാം. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. അതിന് നേരെയുള്ള ബോക്സിൽ 5 എഴുതാം. അപ്പോൾ നമുക്കൊന്നുകൂടെ ചൊല്ലി നോക്കാം. ചന്തത്തിൽ ചുവപ്പുള്ള ചെമ്പരത്തി 1, ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2, മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3, അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4, വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. അടുത്തത് കളിക്കൂട്ടുകാർ. റയാനും ആവണിയും വരുന്നുണ്ട്. തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് തീരുമാനിക്കുകയാണ്? റയാനും ആവണിക്കും ഈ നമ്മുടെ തിത്തിരിക്കിളിയെ കാണിച്ചു കൊടുക്കണം എന്ന്. തിത്തിരിക്കിളിയെ കാണാൻ റയാനും ആവണിയും എത്തി. എനിക്ക് കാണാനാവില്ലല്ലോ, തൊട്ട് നോക്കട്ടെ. അപ്പോൾ റയാന് കണ്ണിന് കാഴ്ചയില്ല കേട്ടോ. അപ്പോൾ അവന് തൊട്ട് നോക്കുകയാണ്. അവൻ തിത്തിരിയെ തൊട്ട് നോക്കി. നല്ല മിനുസം. റയാൻ പറഞ്ഞു. എന്നിട്ടോ ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെ? ഇവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിരത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ 4 പേരും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പമ്പരം, കളിവണ്ടി, ചെണ്ട, വിസില്, ബാറ്റ്, റോബോട്ട്, പന്ത്, ഇതൊക്കെ എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണിയിട്ട് എഴുതണം. എന്നിട്ടോ ഇനി എണ്ണാനുള്ളത്, എണ്ണാത്ത കളിപ്പാട്ടം ഏതാണെന്നും അത് എത്ര എണ്ണം ഉണ്ട് എന്നും എഴുതണം. എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത്? അപ്പം അതും കൂടെ നോക്കുക. അപ്പോൾ മക്കൾ ഓരോരുത്തരും എണ്ണിയിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ഒക്കെ സെയിം എണ്ണം തന്നെയാണോ എഴുതിയിട്ടുള്ളത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഒന്ന് എണ്ണി നോക്കാം. എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മക്കൾ എണ്ണിയിട്ട് നോക്കണം കേട്ടോ. പമ്പരം എത്ര എണ്ണം ഉണ്ട്? 1 2 അല്ലേ, 2 പമ്പരാണ് കാണുന്നത്. ഇനി വിസിലോ 3 എണ്ണം ഇവിടെയും 2 എണ്ണം അപ്പുറത്തുമായിട്ട് 5 എണ്ണം ഉണ്ട്. റോബോട്ട് എത്ര എണ്ണം ഉള്ളത്? 2 എണ്ണമാണ്. പിന്നെ കളിവണ്ടി എത്ര എണ്ണം ഉണ്ട്? 1 2 അല്ലേ. ബാറ്റോ, ഒരു ഷട്ടിൽ ബാറ്റും ഉണ്ട്, ഒരു ക്രിക്കറ്റ് ബാറ്റും ഉണ്ട്. അപ്പോൾ 2 ബാറ്റ്. പന്ത് എത്ര എണ്ണം ഉണ്ട്? ഒരു വലിയ പന്ത്, അല്ല 2 വലിയ പന്തും ഒരു ചെറിയ പന്തും ഉണ്ട്. ചെണ്ട 1 ആണുള്ളത്. ഇനി എണ്ണാനുള്ളത് ഏത് കളിപ്പാട്ടാണ്? പാവകൾ എണ്ണിയില്ല അല്ലേ. എത്ര എണ്ണം ഉണ്ട് പാവകൾ? 1 2 3 4 പാവകളാണ് ഉള്ളത്. എല്ലാവരും ഒരേ എണ്ണമാണ് എഴുതിയത്. അപ്പോൾ മക്കൾ നോക്കുക, കൂട്ടുകാരൊക്കെ മക്കൾ എഴുതിയതുപോലെ തന്നെയാണോ എഴുതിയിട്ടുള്ളത് എന്നിട്ടോ. അടുത്തത് തൊട്ട് നോക്കി എഴുതാം. അപ്പോൾ റയാന് കണ്ണിന് കാഴ്ചയില്ല അല്ലേ. അപ്പോൾ 1 എന്ന് എങ്ങനെ എഴുതും? റയാൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊരു പാട്ടുണ്ടെന്ന് മറ്റേ കുട്ടി പറയാണ് അല്ലേ. എങ്ങനെയാണ് 1ൻ്റെ പാട്ട്? ഒന്നെന്നെങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട തിരിവും വേണ്ട, ചരിവും വേണ്ട കുനിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര, ഒന്നായി നന്നായി ഒന്നായി നിന്നാൽ നന്നായി. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കുഞ്ഞു പാട്ടാണ് അല്ലേ. 1നെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ 1 എങ്ങനെയാണ് എഴുതുക? നേരെ അല്ലേ, കുത്തനെ ഒരു വരയാണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ 2 എന്ന് എഴുതാൻ ഈ ചിത്രത്തിലൂടെ വിരലോടിച്ചാൽ മതി.
അപ്പോൾ ഒരു കാർഡിൽ ഓരോ നമ്പേഴ്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 എന്നുള്ള ആ ഒരു നമ്പറിൻ്റെ മുകളിലൂടെ വിരൽ ഓടിക്കുന്ന സമയത്ത് 2 എങ്ങനെ എഴുതാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ റയാൻ പറയാണ് ഇമയോട്, ഇമ ഇപ്പോൾ മനസ്സിലായി എന്നല്ലേ. അപ്പോൾ റയാൻ എങ്ങനെയാണ് ആ ഒരു നമ്പർ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്? റയാന് മണൽ കടലാസിലൂടെയാണ് വിരലോടിച്ചത്. അപ്പോൾ മണൽ കടലാസിൽ പെട്ടെന്ന് എഴുതിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അവർ മുറ്റത്ത് ചെന്ന് നോക്കി. അപ്പോൾ ഒരാൾ എന്താണ് മോളേന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇവരെന്താണ് തിത്തിരിക്കിളിക്ക് അമ്മയെ കാണിച്ചു കൊടുക്കും. ഇതാ നിൻ്റെ അമ്മ. തിത്തിരിക്കിളി മനസ്സില്ലാ മനസ്സോടെ അമ്മയോടൊപ്പം പോയി. എന്താണ് ഇവരുടെ കൂടെ നടന്നിട്ടും തിത്തിരിക്കിളിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. എന്നിട്ട് തിത്തിരിക്കിളി ഇവരോട് പറയും ഞാൻ നാളെ വരാട്ടോ ടാറ്റാ എന്ന് പറഞ്ഞ് അമ്മ കിളിയുടെ കൂടെ പോകും. അടുത്തത് ഓരോ പൂവിലെയും സംഖ്യകൾ നോക്കൂ, അത്രയും എണ്ണം ഇലകൾ വരയ്ക്കൂ. അപ്പോൾ ഇവിടെ ഇലകളുള്ള ചിത്രത്തിൽ ഏതാണ് നമ്പർ? പൂവിൻ്റെ ഉള്ളിൽ 2 അപ്പോൾ 2 ഇലകൾ വരച്ചിട്ടുണ്ട്. അടുത്തത് 5 നമ്പർ. അപ്പോൾ മക്കൾ 5 ഇലകൾ വരയ്ക്കുക. പിന്നെ 4 നമ്പർ. അപ്പോൾ 4 ഇലകൾ വരയ്ക്കണം. പിന്നെ 3 നമ്പറുള്ള ചെടിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? 3 ഇലകൾ വരയ്ക്കണം. അപ്പോൾ ഞാനിവിടെ വരച്ച് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മക്കൾ നല്ലപോലെ വരച്ചെടുക്കണേ. അടുത്ത താഴെ എന്താണ്? ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതെല്ലാം ചേർത്ത് വരയ്ക്കൂ. അപ്പോൾ ഒന്നാമത്തെ കൂട്ടം നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4. രണ്ടാമത്തെ കൂട്ടമോ 1 2 3 4 5 അല്ലേ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കൂട്ടം ഏതിനോടാണ് മാച്ചാകുന്നത് നോക്കാം. 1 2 3 4. അപ്പോൾ ഒന്നാമത്തെ കൂട്ടവും മൂന്നാമത്തെ കൂട്ടവും ആണല്ലേ 4 എണ്ണം ഉള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ മക്കൾ ചേർത്ത് വരയ്ക്കാം. ഇനി അവസാനത്തെ പ്രവർത്തനം എന്താണ്? നിറം കൊടുക്കാം. എണ്ണം നോക്കി കളത്തിലെ അതേ നിറം കൊടുക്കണേ. അപ്പോൾ ഇവിടെ വയലറ്റ് ആണ് 1 എന്നുള്ള നമ്പറിന് കൊടുക്കേണ്ടത്. 2 എണ്ണം ആണെങ്കിലോ പച്ച കൊടുക്കണം. 3 എണ്ണം ആണെങ്കിൽ ചുവപ്പ്. 4 എണ്ണം ആണെങ്കിൽ നീല. 5 എണ്ണം ആണെങ്കിൽ ആകാശ നീല. ആ ഒരു രീതിയിൽ കൊടുക്കണം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ കിളികൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 5 കിളിക്കും ആകാശ നീല കളറാണ് കൊടുക്കേണ്ടത്. പിന്നെ 2 കിളികളാണുള്ളത്. അപ്പോൾ ആ 2 കിളികൾക്കും പച്ച നിറം കൊടുക്കണം. പിന്നെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കിളിയുണ്ടല്ലോ അതിന് വയലറ്റ് കളറ് കൊടുക്കുക. പിന്നെ 3 കിളികൾക്ക് ചുവപ്പ് നിറം, 4 കിളികൾക്ക് നീല നിറം. ഇതുപോലെ മക്കൾ കൊടുക്കണേ. ഏത് നിറമുള്ളതാണ് കൂടുതലുള്ളത്? ഏത് നിറമാണ്? ഒന്നാമത്തെ വയലറ്റ് ആണല്ലേ കൂടുതലുള്ളത്. എത്ര എണ്ണമാണ്? 5 വയലറ്റ് കിളികളുണ്ട്. ഇനി നമുക്ക് താഴെ എന്തെഴുതണം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതുക. അപ്പം നമ്മൾ 1 2 3 4 5 ഇത്രയും നമ്പേഴ്സാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിച്ചത് അല്ലേ. അത് നമുക്ക് വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം 5 എഴുതാം, പിന്നെ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മൾ 1 മുതൽ 5 വരെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 1 മുതൽ 5 വരെ മുകളിൽ തന്നെ നോക്കിക്കേ ആ കാർഡിലുള്ള നമ്പേഴ്സ്. അപ്പോൾ അത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറയുമ്പം 5 ആദ്യം എഴുതി പിന്നെ ബേക്കോട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.